ഇവിടെ ഇപ്പൊ ആയിഷാ ബീവിയാക്കി ശക്തമായി രോഗം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുക കൂടെ ആള് വേണം. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാടെ ഒന്ന് സമാധാനിക്കണോ. ആയിഷ ബീവിയോട് യാ ആയിഷ മാ ഗർറകി ലൗ മുത്തി ഖബ്ലി ഫഗസൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി ثم ദഫൻതുകി. ആയിഷ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നന്റാക്കി മുന്നോൾ നിങ്ങൾ മരിച്ചത് ആയിഷ ബീവി മരിക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കി മുന്നോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്മരൊന്ന് സമാധാനപ്പെടും. നിങ്ങൾ നന്റാക്കി മുന്നോൾ മരിച്ചെങ്കിൽ നിങ്ങളെ നാനാണ് കുളിപ്പാട്ടും, നിങ്ങളെ നാനാണ് കഫനാപ്പെടും, നിങ്ങളുടെ മേലിൽ നാനാണ് നിസ്കരിക്കുക, നിങ്ങളെ ദഫനാക്കുന്നത് നാനാണ്. ഇങ്ങനെ ആയെങ്കിൽ എന്താണ് ഹാല്? ഒരു മുഅ്മിനായ ആൾ കൊതിക്കിടക്കത്തെ വിഷയമാണ്. ജനാസ കൊമ്പന്നപ്പോ മദീനത്തെ പള്ളിയിൽ മയ്യിത്ത് എതിരിൽ വെച്ച് നിസ്കരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലിയ ആൾമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കരിക്കുക, അത് നല്ലതാണ്. നിയമങ്ങളല്ലേക്കും വാപ്പ നിസ്കരിക്കണോ. പക്ഷെ മദീനത്തെ പള്ളിയിൽ ജനാസ വന്നെങ്കിൽ നിസ്കരിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കി വലിയ ആളില്ല. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു ദുആ. അങ്ങനെ ഈ ദുആ മയ്യിത്ത് കിട്ടി ആ മയ്യിത്ത് സ്വർഗ്ഗത്തിൽ കൊണ്ടേ പിന്നെ ഡൗട്ടേ ഇല്ല. കാരണം ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈ മയ്യിത്ത് പുറത്തു കൊടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കിട്ടു കുറിച്ച സഹാബത്തുള്ള അങ്ങനെ ഈ ജനാസ വന്നിട്ട് ദുആക്കുമ്പോൾ സഹാബത്തുകളുടെ ആ മയ്യിത്ത് നാണയം എത്ര നല്ല ഇത്ത് ചൊല്ലുന്ന സഹാബത്തുള്ള. കാരണം അയാളുടെ സ്ഥാനത്ത് നാണയത്ത് വലിച്ചിട്ട് കിടന്നില്ലെങ്കിൽ നക്കാൽ നിസ്കരിക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നോക്കുകയില്ലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ കിട്ടിയിട്ടല്ലേ പിന്നെ ആ സ്വർഗ്ഗത്തിലല്ലേ. ഇങ്ങനെ കൊതിച്ച സഹാബത്തുള്ള ആള്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ ചൊല്ല് നണ്ടാക്കി മുന്നോൾ നിങ്ങൾ മരിച്ചെങ്കിൽ നിങ്ങളെ കുളിപ്പാട്ടരുത്, നിങ്ങളെ കഫനാക്കരുത്, നിങ്ങളെ വേണ്ടി നിസ്കരിക്കരുത്, നിങ്ങളെ കഫനാക്കരുത് നാണല്ലേ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഇത്രയൊക്കെ വലിയൊരു മഹത്വമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തിനും കേൾക്കുമ്പോ ഇത് ആയിഷ ബീവിയല്ലേ റളിയല്ലാഹു അൻഹ. ആ ഉമ്മ എന്താക്കിട്ട് കൊണ്ടുണ്ട ആ ഉമ്മ ചെന്ന വളക്കവക അന്നീലിക അന്നൗ ഫഅൽത ദാലിക റജഅത ഇലാ ബൈതി ഫഅറസ്ത ഫീഹി ലിബഅദി നിസായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചിന്ത വേറെ പോയി. അങ്ങനെ ചെല്ലുമ്പോൾ ആയിഷ ബീവി ചൊല്ല് അങ്ങനെ നണ്ടെല്ലാം കുളിപ്പാട്ടിട്ട് നിങ്ങൾ ദഫനാക്കിയാലെങ്കിൽ നിങ്ങൾ എന്താക്കുക കൊണ്ടുണ്ട നിങ്ങൾ നന്റെ തൂറുക പിന്നെ വേറെ പെണ്ണായി മാറുക ആ പെണ്ണായി മാറുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ വേറെ നിങ്ങൾ മങ്ങിലാവാറ്. ഇതാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവിടെ ചെന്നുകൊണ്ടുണ്ടു സൗഹൃദത്തെ നീ വേറെ ഒന്ന് മങ്ങിലാവുക അല്ലെങ്കിൽ നന്റെ അവൾക്ക് നിങ്ങൾ ദൈത്തല്ലേ പിന്നെ അവിടെ നിങ്ങൾ വേറെ ഭാര്യമാറുള്ളവരല്ലേ. അത് ചെന്നപ്പോ നിങ്ങൾ പുഞ്ചിരിച്ചില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മരിക്കില്ല ഇപ്പൊ. പക്ഷെ ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്മ വലിയ കൊസിയാവുള്ളൂ. എന്റെ കൊസി ഞാൻ മരിച്ചെങ്കിൽ നിസ്കരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലാക്കി വലിയ കൊസി വേറെന്തോ ഇല്ലേ. അത് പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നപ്പോ ആയിഷ ബീവിയെ നീ കൊസിയേറ്റാ നബിയെ പിന്നെ നമുക്ക് കൊസിയാവാണ്ട നിങ്ങളെ ദുആ കിട്ടുമല്ലേ. ലോകത്തുള്ള എല്ലാ ആളുകളും ആഗ്രഹിച്ചോണ്ടല്ലേ അങ്ങനത്തെ സ്ഥിതിക്ക് നിങ്ങളെ ദുആ കിട്ടുമ്പോൾ അതിലാക്കി വലിയ കൊസി എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല എന്റെ എല്ലാ നിസ്കാരത്തിലും എന്റെ എല്ലാ ഉമ്മത്തുകളുമായിട്ട് ഞാൻ ദുആക്കടയായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സെക്കൻഡിലും ഈ ഉമ്മത്തിനെ സ്നേഹിച്ച ആളാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അതൊരു സ്വാഭാവികമാണ്. അഥവാ ഒരു സാമാന്യനായ ഒരു ഭർത്താവോട് വേണ്ട ആ ഭർത്താവ് പിന്നൊരു പെണ്ണിന്റെ ഭംഗിയിലാവുകയും തോന്നുന്നെങ്കിൽ അത് അവൾ സഹിക്കാത്ത എനിക്ക് എത്ര ചെയ്യാൻ അത് ഇപ്പൊ ഞാൻ കൊണ്ടുവല്ല സഹിക്കാത്ത എനിക്ക് എത്ര വിഷയം എന്തായാലും സമ്മതിക്കാതെ അവസാനം മരിക്കുന്ന സമയത്ത് പെണ്ണൊട്ടി വസീയത്തെന്തിനും കേട്ടെങ്കിൽ അവൾ ചെല്ലുവാറ് ഞാൻ മരിച്ചെങ്കിൽ നിങ്ങൾ വേറെ ആളെ ഭംഗിയിലാവും തീരാൻ ചെല്ലുവാർ. അതാണ് വസീയത്ത്. ചെന്ന പെണ്ണൊരു സ്വഭാവമാണ്. അതങ്ങനെ അവളാൾ മെസ്സേജാക്കിയിട്ട് ഇത്ര മങ്ങിലത്തെ വിഷയം. അപ്പോ രണ്ടാമത്തെ മങ്ങിലാവുന്നുണ്ടെ ആദ്യത്തെ പെണ്ണ് സമ്മതിക്കാണ്ട് ആവോ തീരവളാണ് നല്ല വിഷയം. സമ്മതിച്ചിട്ട് മങ്ങിലാവുന്നുണ്ടല്ല ഇപ്പൊ ഞാൻ ചെന്നുകൊണ്ടുള്ളേ. അപ്പൊ ഞാൻ ചെന്ന അയാളുടെ ഒരു സമാശയിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാ അത് എനിക്ക് ദുനിയാവ് സമ്മതം കിട്ടുമിക്കാതെ മൈക്രോത്തോട് സമ്മതം കിട്ടാതെ അതോടത്ത് കടലിലെ മുട്ടപ്പോയ അവിടെ മീൻ പിടിക്കും. അങ്ങനെ കടലിലെ മുട്ട പോയി അപ്പുറം ഇപ്പുറം നടന്നുകൊണ്ടുള്ള മീൻ പിടിക്കില്ലേ. അപ്പൊ കേട്ട് എന്ത് മീൻ പിടിക്കില്ല മീൻ പിടിക്കുമല്ലോ ബന്ധേ അല്ല ഈ തിരമാലെല്ലാം നിക്കട്ട് പിന്നെ മീൻ പിടിക്കുക ചെന്നോ. അപ്പൊ ഞാൻ ചെന്ന മൈക്രോത്തോട് അന്ത്യനാൾ പോലെ തിരമാല നിൽക്കുകയില്ല നീ മീൻ പിടിക്കുകയില്ല. അതുപോലെയാണ് പെണ്ണിന്റെ വിഷയം. അങ്ങനെ അത് മൈലാവ് പോയണ്ട ഞാൻ ചൊന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭാവികമായ ഒരു സാമാന്യനായ ഭർത്താവുണ്ടായെങ്കിൽ പെണ്ണിന് ഇഷ്ടമല്ല എന്റെ നല്ല മാപ്പിളുടെ കീഴിൽ വേറെ പെണ്ണിക്ക് പോവുക. ഇത് സാമാന്യനായ ഭർത്താവ് അല്ലല്ലേ, ലോകത്ത് ഇങ്ങനത്തെ ആളില്ലേ ഇല്ലല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലുള്ള ഏറ്റവും നല്ല ഭർത്താവും ഇത്രയും വലിയ ഇന്റർനാഷണൽ നേതാവുണ്ട്, അതിനപ്പുറത്തൊന്നെങ്കിലും അങ്ങനത്തെ ലീഡർ ഇരിക്കുമ്പോഴും ഇപ്പോഴത്തെ പെഞ്ഞായിമാർ അത്ര ചന്ത സുധാർജനിക്കത്തെ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ഒരു മാപ്പിള അയാളെ കീഴിൽ വേറെ ഒരാൾ ഇക്കടേണ്ടുള്ളത് ലോകത്തിൽ പെണ്ണും സമ്മതിക്കാത്ത വിഷയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ബിൽക്കുൽ സമ്മതിക്കാത്ത അത്രയും നല്ല ഭർത്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രാ മിഅ്റാജ് പോയിട്ട് ആകാശത്തിലെല്ലാം പോയിട്ട് ഏഴ് ആകാശവും അതിലപ്പുറം അർശ് കുർസി എല്ലാം കണ്ടിട്ട് അല്ലാഹുവിനോട് പോയിട്ട് അങ്ങനത്തെ ഉന്നതമായ മർത്തബത്തിൽ എത്തിയിട്ട് അവത്ത് വന്നിട്ട് ആക്കടെ പണിയന്തരം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചൊന്നല്ല, നല്ല കോട്ടയിലിട്ട് ചൂട്ടുകൂട്ടലിട്ട് തെറ്റിട്ടുള്ള അവത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കടെ പണി ആദ്യ ഭാഗത്തോ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ ഒരു മാപ്പിളെ എങ്ങനെയാണ് സ്നേഹിക്കാണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഇത് അളവുസൗദാണ്, ലോകത്ത് അത്യുന്നതനായ ഭർത്താവാണ്. അവത്ത് വന്നിട്ട് ആക്കണെങ്കിൽ എത്ര പണിയന്തരം കേട്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇറച്ചി പിടിക്കുന്ന പണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാർക്കറ്റിൽ പോയെങ്കിൽ അവിടെ സാധനങ്ങൾ കൊമ്പണ്ടേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുന്നോട്ടൊക്കെ പോയപ്പോൾ അവിടെ അവത്തിന് അപ്പുറത്ത് നിന്നിട്ട് സാധനം തൊട്ടലിട്ട് കൊമ്പറവ് കളിക്കും. ചങ്കി അവിടെ പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ ലീഡറാണ്. മദീനത്തെ മാർക്കറ്റിലെ സാധനങ്ങൾ കൊണ്ടുവന്നു ഇത് നല്ല ഒരു സാമാൻ കൊമ്പണ്ടാവണം, നാനേ കൊമ്പണം, നിങ്ങളെ കൊമ്പണ്ടേ ആരാരൊട്ടി ഏൽപ്പിക്കുന്നതല്ല, അത് ഫിക്സല്ല, ആൾ കൊമ്പണ്ടാവും പൈസ. ഞങ്ങളെ ഒരു സാധനങ്ങൾ ഞങ്ങളെ എടുത്ത് വന്നിട്ട് കൊടുക്കാം. അതിനത്ര വലിയ സ്നേഹത്തെ സൂചനകൾ വേറെ ഇല്ല. അപ്പൊ ഞാൻ ചൊന്നത് ഓടിപ്പോൾ 50 രൂപയുടെ മീൻ എടുക്കാണ്ടായെങ്കിൽ 150 രൂപ റിച്ചാക്കിട്ട് വേണ്ടാവത്തു. കാരണം മീൻ പിടിച്ചവർ ചെങ്കിയാവുന്നുണ്ട്. നാളെ എത്ര വലിയ ഇന്റർനാഷണൽ നേതാവാണ്. പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഞങ്ങമേ മാർക്കറ്റിട്ട് ഞാൻ ബാക്കിയായല്ലാണ്ട് ഏരിയാവില്ല. അവിടെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ ഒരു ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല വാപ്പ, ഏറ്റവും നല്ല ഉപ്പാപ്പ, ഏറ്റവും വലിയ നേതാവ്, ഇങ്ങനെ എന്തെല്ലാം പോസ്റ്റ് നിങ്ങൾ ചെല്ലാ അതെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് നല്ല ഭർത്താവാണ്.